കട്ടൻ ചായയും ബിസ്ക്കറ്റും, 10 മണിക്ക് 2 പൊറാട്ടയും ഗ്രീൻ പീസും, ഉച്ചക്ക് കുഴിമന്തി, വൈകുന്നേരം നെയ്യപ്പും കട്ടൻ ചായയും. ഇതൊക്കെ അങ്ങനെ തിന്നുകാണ്ട് ഇങ്ങനെ ജീവിച്ചു പോയപ്പോ അവന് തോന്നി ആ ഉച്ചക്കത്തെ മന്തി കിട്ടിയില്ലെങ്കിൽ ഇടങ്ങേറാവുമല്ലോ. വൈകുന്നേരത്തിന് ഒരു കട്ടൻ ചായ അത് കിട്ടിയില്ലെങ്കിൽ ജീവൻ പോകുന്ന അവന്റെ വിചാരം. നോൽമ്പോറ്റിട്ട് കോഴിക്കോട്ട് പോയി നോൽബറക്കാൻ പാണ്ടിമുറ്റത്തെത്തണമെന്ന് കരുതിയിരുന്നു. കോഴിക്കോട് നിന്ന് ഇങ്ങനെ വരുമ്പോ വൈലത്തൂരത്തേക്കിന് ബാങ്കാണ്ട് കൊടുത്തു. ഒരു കാരക്കന്റെ കീറെടുത്തുകാണ്ട് നോലും പറഞ്ഞു. പെരേ ചെന്നിട്ട് ചായ കുടിക്കാന്ന് കരുതിയിരുന്നു. ഇവിടെ വന്ന് ബസ് ഇറങ്ങി നോക്കുമ്പോ എല്ലാവരും തറാവീന് പോകുന്നുണ്ട്. എന്നാ ഇനിയിപ്പൊ ഞാൻ തറാവി കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. ഓ മരിച്ചോ? ഇല്ല, മരിക്കൂല. അങ്ങനെ നോൽമ്പ് ഒറ്റപ്പോ അവന് മനസ്സിലായി, പഠിച്ചോനെ തിന്നാൻ തന്നിട്ടൊന്നും അല്ല ജിന്നെ നോക്കണത് എന്ന് മനസ്സിലായി. നമ്മളെ വിചാരം തിന്നാൻ തന്നിട്ട് നമ്മളെ നോക്കണത് എന്നാണ്. അല്ല, ഗോഡൌണ് നിറയെ അരി ഉണ്ടായിട്ടും കാര്യമില്ല. തിന്നാനുള്ള തൗഫീക്കില്ലെങ്കിൽ തൊള്ളേ കൂടെ കീപ്പട്ടണ് പോകില്ല. ചങ്കിരണം നിൽക്കും, അത് സാധനം ഇറങ്ങൂല. തൗഫീക്ക് ഉണ്ടെങ്കിൽ സമയാസമയം വന്നുകൊണ്ടിരിക്കും. സാൻഡ്വിച്ച്, പിന്നെ പരിപ്പുവട, കറുത്തപ്പം കഷ്ണാക്കിയത്, തൗഫീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇന്നിപ്പം അരിവെച്ചിട്ട് കിട്ടിയതാണ് ഞാൻ എണ്ണിയത്. തൗഫീക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. തൗഫീക്ക് ഇല്ലെങ്കിലോ അരിക്കച്ചവടമാണ് മൂപ്പർക്ക്. സാധാ കച്ചവടമല്ല, റേഷൻ പീടിയല്ല, പിന്നെ ലോഡ് കണക്കിന് അരി വിൽക്കണ ആള്. തൗഫീക്കില്ല. 3 മാസമായ വാപ്പ അന്നും വെള്ളം ഇറങ്ങാതെ ആശുപത്രി കിടക്കണമെന്ന് കുട്ടികള്. എന്തേ? തിന്നാൻ തന്നിട്ടൊന്നല്ല നമ്മൾ വളർത്തണേ. അത് നമുക്കൊരു തോന്നലാണ്. എൻ്റെ കുട്ടിയെ കരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേന്ന്. എൻ്റെ കുട്ടിയെ കരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേന്ന്. അനക്ക് അരി വാങ്ങുന്നത് തന്നെ നീ അധ്വാനിച്ചിട്ടല്ല. എന്നിട്ടല്ലേ എൻ്റെ കുട്ടികളെ കാര്യം. എൻ്റെ അരി അധ്വാനിച്ചിട്ടാന്നാ വിചാരിച്ചേ? അല്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ തൗഫീഖുകളാണ്. സംഘാടകർ ബക്കറ്റുമായി വരുന്നുണ്ട്. അതുകൊണ്ട് കീശയിലുള്ള നല്ല നോട്ട് എല്ലാവരും കയ്യിൽ പിടിച്ചോളി, അതിലിട്ടെടുത്താളി. അവർക്ക് എന്തായാലും സ്വാഭാവികമായും കുറച്ച് ചെലവുകളൊക്കെ ഉണ്ടാവും. മൈക്കുണ്ട്, ലൈറ്റ് ഉണ്ട്, അതേമാതിരി ഫാനുണ്ട്, കസാലുണ്ട്, സാലിം പൈസ ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അതിനനുസരിച്ച് കാര്യമായിട്ട് അതിലെല്ലാവരും ഇട്ടുകൊടുക്കും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ സ്വതക്കകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ പെടുത്തട്ടെ. ദുനിയാവും ആഖിറവും അള്ളാഹു തആല സലാമത്താക്കി തരട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ്റെ ശരീരം നോമ്പിൽ പങ്കുചേരുന്ന അവസ്ഥ, ഒരാളുടെ ആത്മാവ് കൂടി നോമ്പിൽ പങ്കുചേരുന്ന അവസ്ഥ, ഒരാളുടെ റൂഹ് കൂടി നോമ്പിൽ പങ്കുചേരുന്നു. റൂഹിനെ കുറിച്ചുള്ള ചില തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴാണത്. ഭൂമിയിലുള്ള ഏതൊരു ജീവിയുണ്ടോ ആ ജീവിക്കെല്ലാം ഭക്ഷണം നൽകാമെന്ന് അല്ലാഹു തആല ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. ഭൂമിയിലെ എല്ലാ ജീവികൾക്കും ഭക്ഷണം നൽകാമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റൂന്ന് തോന്നുമ്പോഴാണ് പ്രശ്നം. ഹബീബിങ്ങളെ, നമ്മളെ ഏറ്റവും തോന്നുമ്പോഴാണ് പ്രശ്നം. ആ തോന്നാത്ത ഒരാളാണ് ചെറിയ കുട്ടി. കുട്ടിക്ക് തോന്നൂല. ചെറിയ കുട്ടി മുല കുടിക്കണ കുട്ടിക്ക് തോന്നൂല. ഒരു കുട്ടി മുല കുടിക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് ഉമ്മാന്റെ മുലയിലേക്ക് പാലിറങ്ങും. വിചാരിച്ചാൽ മതി, അപ്പുറം. കുട്ടി വിചാരിച്ച അപ്പുറം. എന്തേ? കുട്ടി അള്ളാഹുവിനെ മാത്രമാണ് ഏൽപ്പിച്ചത് എന്നുള്ളതാണ് കാര്യം. നമുക്ക് സമയത്തിനില്ല. എന്താ കാര്യം? നമ്മളെയാണ് ഏൽപ്പിച്ചത് എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവ് അതിൽ ചേരുന്നില്ല. പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്കരിക്കാൻ വരി, ഹയ്യാലസ് സ്വലാഹ് നിസ്കരിക്കാൻ വരി, ഹയ്യാലൽ ഫലാഹ് വിജയത്തിലേക്ക് വരി എന്ന് പറഞ്ഞാൽ കറക്റ്റ് മറുപടി എന്താ? ഞാൻ ഇപ്പൊ വരാന്നാണ്. പക്ഷെ പറയണത് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഉന്നതനും മഹാനുമായ അല്ലാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല. നിസ്കരിച്ചാലാണെങ്കിൽ പോലും അല്ലാഹു വിചാരിച്ചാലല്ലാതെ നടക്കൂല. ഇതാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത്.
അത് ഉണ്ടാക്കി തരാനാണ് നോമ്പ്. അള്ളാഹിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവാനാണ് നോമ്പ്. മനുഷ്യന്റെ ലാവിശായ ഭക്ഷണ രീതി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അവനെ അകറ്റുന്നുണ്ട്. ഖാലിഖിന്റെയും മഖ്ലൂഖിന്റെയും ഇടയിൽ ബന്ധപ്പെടുത്തുന്നത് പേടിയാണ്. മുഅ്മിനീങ്ങളെ, ഖാലിഖായ അല്ലാഹുവിന്റെയും മഖ്ലൂഖായ അബ്ദിന്റെയും ഇടയിൽ ബന്ധപ്പെടുത്തുന്ന സാധനം ഖൗഫാണ്, പേടിയാണ്. പേടിയെ അള്ളാഹുവിനെ ഓർക്കാൻ സഹായിക്കുള്ളൂ. പേടി കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത്. ദാഹം മൗതത് കൂട്ടിടും, പേടിയാണ്. ദാഹം മൗതത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖാലിഖിന്റെയും മഖ്ലൂഖിന്റെയും ഇടയിൽ ബന്ധപ്പെടുത്തുന്നത് ഖൗഫാണ്, ഭയമാണ്. ഇവിടെ കൊടുക്കാനുള്ളതാണെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം. ഇവിടെ കൊടുക്കാനുള്ളതാണെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം. എന്തോ ഒരു സാധനം പാത്രത്തിൽ വരുന്നുണ്ട്, ചിലപ്പം വെള്ളം ഇക്കാരം അല്ലെങ്കിൽ പായസം ഇക്കാരം എന്തെങ്കിലും ഇക്കാരം, എന്തായാലും ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയല്ല, ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഖാലിഖായ അല്ലാഹുവിന്റെയും മഖ്ലൂഖായ അബ്ദിന്റെയും ഇടയിൽ ബന്ധപ്പെടുത്തുന്ന കാര്യം ഖൗഫാണ്. ഉദാഹരണം നരകം. നമുക്ക് അള്ളാഹ് എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം ഓർമ്മ വരുന്നതിനേക്കാൾ എന്ത് ഓർമ്മ വരും? നരകം ഓർമ്മ വരും. വേറെ ഉദാഹരണം മൗത്ത്. പേടിയുള്ള സാധനം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് റമദാൻ മാസം ഖൗഫ് ഉണ്ടാക്കാനാണ്. റമദാനിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന പ്രതീക്ഷയല്ല, കിട്ടൂലേ എന്ന പേടിയാണ്. അള്ളാന്റെ റഹ്മത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക? അതാണ് അവിടെ ഖൗഫാണുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, പൊന്നാന നബിയേ, അള്ളാന്റെ റഹ്മത്തില്ലാതെ നിങ്ങളും രക്ഷപ്പെടൂലേ നബിയേ? മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഇല്ലാൻ തഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിന്നു, അള്ളാഹു അവന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു റഹ്മത്ത് കൊണ്ട് എന്നെ ആകമാനം ഇങ്ങനെ പൊതിഞ്ഞാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഖൗഫാണ്. അവ്വലുഹു റഹ്മ, ഔസതു മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് വലിയൊരു പ്രതീക്ഷ ഉള്ളതാണ്. പക്ഷെ മഗ്ഫിറത്ത് കിട്ടിയില്ലെങ്കിൽ എല്ലാ പ്രതീക്ഷയും പോയി. എങ്ങനെയാണ്? മഗ്ഫിറത്ത് എന്നത് പ്രതീക്ഷയുള്ളതാണ്. മഗ്ഫിറത്ത് കിട്ടാതിരിക്കുക എന്നത് വലിയ പ്രതീക്ഷ നഷ്ടപ്പെടുന്നതാണ്. മൂന്നാമത്തെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ ഖൗഫായി. യതുക്കും മിനന്നാറാണ്. നരകം നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണ്. നരകം എന്ന് പറഞ്ഞാൽ തിജി എന്നാണ് നമുക്ക് ഓർമ്മ വരിക. അത് വാസ്തവത്തിൽ ഓർമ്മ വരുന്ന ഒരു സാധനം പറഞ്ഞു എന്നേ ഉള്ളൂ. നരകം എന്ന് പറഞ്ഞാൽ നമുക്ക് തീയാണ്, നാറ്, തീയാണ് ഓർമ്മ വരിക. അത് നമുക്ക് ഓർമ്മ ഉള്ള ഒരു സാധനം പറഞ്ഞു എന്നേ ഉള്ളൂ. നാറുല്ലാഹിൽ മൂഖദതുൽ ലതീ തത്ലിഉ അലൽ അഫ്ഇദ. നാറുല്ലാഹ്, അല്ലാഹുവിന്റെ തീ എന്ന് പറഞ്ഞാൽ അല്ലതീ തത്ലിഉ അലൽ അഫ്ഇദ, ഹൃദയത്തിന്റെ മേൽ കത്തിക്കപ്പെടുന്ന തീയാകുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ മേത്തുകൂടെ അങ്ങനെ കത്തിക്കണതല്ല. മേത്തുകൂടെ കത്തൂല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഹൃദയത്തിന്റെ മേൽ അത് കത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് അല്ലാഹുവിന് മാത്രമേ മനസ്സിലാകുക. തിജി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായ ഒരു സാധനം പറഞ്ഞു. സറാബീലുഹും മിൻ ഖത്റാനിൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. നരകാവകാശികൾക്ക് ധരിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന പാന്റ് റോഡുണ്ടാക്കുന്ന താറ് കൊണ്ടുള്ളതായിരിക്കുമെന്നും ആ പാന്റ് ധരിക്കുമ്പോഴേക്ക് അവരുടെ മുഖം ഇങ്ങനെ കരിഞ്ഞൊലിക്കുന്നതാണെന്നും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഹും ഫിഹാ ഖാലിഹൂൻ. നരകത്തിൽ വേദന സഹിക്കാൻ കഴിയാതെ നരകാവകാശികൾ പല്ലിളിച്ച് കാണിക്കുന്നതാണ് എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു.
വേദന സഹിക്കാൻ കഴിയാതെ പല്ലിളിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർധാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ്. ചുണ്ടിന്റെ വലിപ്പം ഉഹുദ് മലയോളം ഉണ്ടായിരിക്കുമെന്ന് ഹദീസിൽ നസ്സാണ്. സങ്കല്പത്തിനപ്പുറത്താണ് നരകം.